ഹലോ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്, അരുൺ ഫിസ്റ്റർ വ്ളോഗ്സ്. വാട്ടർ ബോഡിയും അതിലൂടെ ഒഴുകുന്നൊരു ബോട്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ വന്നതെന്ന്. കറങ്ങാൻ വന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഓടാൻ വന്നതാണ്. അപ്പോൾ എവിടെയാണ് ഓടാൻ വന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ റെഡിങ്ങിൽ ഇന്ന് ഡെക്കാത്തലോണിൻ്റെ ഒരു 5K റണ്ണുണ്ട്, കൂട്ടയോട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓടാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നത് ഡെക്കാത്തലോണിൻ്റെ 5K റണ്ണിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ പോയി രജിസ്ട്രേഷൻ ചെയ്തു, നമ്പരും ടീഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ട് റെഡി ആവണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മപ്പും പരിപാടിയൊക്കെ തുടങ്ങും, കൂട്ടയോട്ടം തുടങ്ങും. കൂട്ടയോട്ടം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള പരിപാടി. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേര് അറിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വലിയ വലിയ മാരത്തണൊക്കെ ഓടുന്ന ആൾക്കാരെ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒന്ന് ഇൻസ്പയർ ആയിട്ട് ഞാനും കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് നാളത്തെ പരിശ്രമത്തിൻ്റെ ഒരു റിസൾട്ട് ഞാൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു 5K റണ്ണിലൂടെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇവിടെ നിന്നാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഞാനിവിടെ നേരത്തെ ചെയ്തായിരുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഗ്രൗണ്ടിൽ കുറേ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇത്രയും ആളില്ലായിരുന്നു. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിള്ളേരെല്ലാം ഇതൊരു ആഘോഷമായിരിക്കുകയാണ്. ഈ കിപ്രണീൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഇവിടെയുള്ള. കിപ്രണ എന്ന് പറയുന്നത് തന്നെ ഈ ഡെക്കാത്തലോണിൻ്റെ ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അവർ ഇത്തവണ എന്ത് സെറ്റ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു 5K റണ്ണിന് വേണ്ടിയിട്ട് ഈ ഇരിക്കുന്ന ഷൂസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് ആ ചേട്ടൻ അവിടെ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവരുമായിട്ട്. എനിക്ക് ഓൾറെഡി എൻ്റെ ഷൂസ് എന്ന് പറയുന്നത് ഇത് അഡിദാസിൻ്റെ ഇവേഴ്സല്ലാണ്. അപ്പം അത്യാവശ്യം നല്ല ഷൂ ആണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ വേറൊരു ഷൂ ഇതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ട നീഡില്ല. ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ഈ അഡിദാസിൻ്റെ ഇവേഴ്സൽ മേടിച്ചത്. അന്ന് 110 പൗണ്ടായിരുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇപ്പോൾ ആൾക്കാരുടെ തിരക്ക് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ വാമപ്പ് തുടങ്ങും. ഇടയ്ക്ക് ടെൻ്റൊക്കെ ഉണ്ട്. അപ്പം നല്ല വെയിലായിട്ടൊക്കെ ടെൻറ്റ് കയറി ഇരുന്നപ്പോഴാണ് ഈ എനർജി ഡ്രിങ്ക് വേണ്ടത്. അപ്പോൾ ഒരെണ്ണമെടുത്ത് കയ്യിൽ വെച്ചേക്കെന്ന് കരുതി. എങ്ങനെ വാമപ്പ് തുടങ്ങിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷൂസൊക്കെ നോക്കുക, ഷൂസ് ചെക്ക് ചെയ്യുക, ലേസൊക്കെ കറക്റ്റാണ് കിട്ടിക്കുന്നത് നോക്കുക. പിന്നെ പതിയെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർ. കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെയാണ്. വാമപ്പൊക്കെ നടക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റണ്ണിന് പങ്കെടുത്ത ഒരു 60% ആൾക്കാരും ഇന്ത്യക്കാരായിരുന്നു. നമ്മുടെ റൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഓരോരുത്തരായിട്ട് പതിയെ പോകുന്നുണ്ട്. ഞാനും ഓരോ കൂട്ടത്തിൽ പതിയെ നീങ്ങി കുറച്ച് മുന്നോട്ട് നിന്നു. ആദ്യമായിട്ടാണ് ഒരു 5K ഓടുന്നത്. വിസിൽ മുഴങ്ങി 5K റൺ സ്റ്റാർട്ട് ചെയ്തു. Good luck to all of you. 3.5 times. Good luck, brilliant. Good luck, sir. Oh, yes. Yes. Good luck. Well done. Wow, what a turnout this morning. Well done. You are doing it today. Come on, Ken. തുടക്കത്തിൽ പതിയെ ഓടാമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഒരു 8 കിലോമീറ്റർ പേസിലൊക്കെ. പക്ഷേ ഒരു ആവേശത്തിൽ ഓടിയും വന്നപ്പോഴത്തേക്കും പേസ് നല്ല കൂടുതലായിരുന്നു. ഞാൻ ഏകദേശം 7 അടുപ്പിച്ചാണ് ഓടിയത്. പിന്നെ ഒന്ന് പതിയെ സ്ലോ ഡൗൺ ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഓടാനായിട്ട് പെടാപ്പാട് വിടുമ്പം ഇതോടെ സ്ട്രോളറിൽ 2 കുട്ടികളെയും വെച്ചുകൊണ്ട് ഞങ്ങളെ കടത്തി വെട്ടിച്ച് ഓടിപ്പോകുന്നുണ്ട്. ഇത് ഈ ഇടത്തൂടെ പോകുന്ന പൂപ്പനെ കണ്ടോ? ഈ അപ്പൻ്റെ കൂടെ ഒരു 3-4 കൊച്ചു പിള്ളേരും കൂടെ ഓടുന്നുണ്ട്.
അവരെ ഗൈഡ് ചെയ്താണ് പോകുന്നത്. അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ കൂടെ പോകാം, അതാകുമ്പോൾ പതിയെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരും അപ്പനും കൂടെ അങ്ങ് ഓടി നല്ല സ്പീഡിലങ്ങ് പോയി. ഞാനൊരുപാട് പുറകിലായിപ്പോയി. ഇടയ്ക്ക് ഇതുപോലെ തണലുണ്ട്, എന്നാൽ കുറച്ച് കഴിയുമ്പം നല്ല വെയിലുണ്ട്. അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 28 ഡിഗ്രി സെൽഷ്യസോളം ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരുമിച്ച് എല്ലാവരുടെ കൂടെ ഓടുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തതൊക്കെ ഒറ്റയ്ക്കാണ് ഇവിടെ വീടിനടുത്തുള്ള സിൻഡ്ര പാർക്കിൽ. അവിടെ ഒരു വലം വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാനങ്ങ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ 5K റണ്ണിൽ ഒരുപാട് കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ഈ കാണുന്ന നദി ഏതെന്നറിയാമോ? ഇത് റിവർ തെംസാണ്. ഞാൻ തൈംസ് എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെ ഉച്ചാരണം റിവർ തെംസ് എന്നാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ അഡിദാസ് യുവേഴ്സ് എല്ലാം കേട്ട് കുതിച്ചു പായുകയാണ്. കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങും കറക്റ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ശരിയായിട്ടുള്ള പ്രാക്ടീസൊക്കെ എടുത്താൽ നമുക്കും ഇതുപോലെ 5Kയും 10Kയൊക്കെ ഓടാൻ പറ്റും. ഈ പോയിൻ്റ് നിങ്ങൾ നോക്കി വെച്ചോ. ഈ ഇടതോടുള്ള വഴി 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഈ പോയിന്റിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഫിനിഷിങ്ങിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എനിക്കിനി കുറച്ച് ഒരു റൗണ്ടും കൂടെ ബാക്കിയുണ്ട് ഫിനിഷിങ്ങിലോട്ട് പോകാൻ. 3.5 കിലോമീറ്റർ കംപ്ലീറ്റായി. ഇനി 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. I can tell you what to be like your max. Yeah. And even when you are at the car, when you go to the 2025 നവംബറിലാണ് ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഡക്കാത്തോണിൽ പോയി റണ്ണിങ് ഷൂസൊക്കെ മേടിച്ചു. ഇപ്പോൾ ഇവിടെ വിൻ്ററായിരുന്നു. അപ്പോൾ ഔട്ട്ഡോർ റണ്ണിങ്ങൊക്കെ പാടാണ്. പ്രത്യേകിച്ച് ഞാൻ ഡ്യൂട്ടി കഴിയുമ്പം 6-6:30 ആവും. അപ്പം ട്രെഡ്മില്ലൊക്കെയാണ് ആദ്യം ഓടി തുടങ്ങിയത്. ലോവർ ലിംബ് സ്ട്രെങ്തനിങ്ങൊക്കെ ചെയ്തു. പിന്നെ ശനി ഞായറൊക്കെ ഔട്ട്ഡോർ ഓടി. അങ്ങനെ ഞാൻ ഒരു 4-5 മാസം കഠിനമായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഈ 5K ഓടുന്നത്. ഇതിനിടയ്ക്ക് എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ട് പിന്നെ പറയാം. ഈ ലാപ്പിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫിനിഷിങ് ആയില്ലേ, ഇനി കുറച്ച് സ്പീഡ് കൂട്ടി ഓടാമെന്ന് വിചാരിച്ചു. Kipling store. Stay and play a game of badminton, why not? Congratulations all. Well done. Thank you. Oh yes. Hey Sarah. You left him behind. അങ്ങനെ ഡെക്കാത്തോളിൻ്റെ 5K റൺ കംപ്ലീറ്റ് ചെയ്തൊക്കെയാണ്. 5K റൺ കംപ്ലീറ്റ് ചെയ്തത് ഈ പാർക്കിലൊരു സീറ്റ് വന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ടുള്ള കാഴ്ച, ഈ മനോഹരമായ കാഴ്ച. ഇവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇവിടെയാണ് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 5K റണ്ണിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു 5 ആഴ്ചയായിട്ട് ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇറങ്ങി ഓടിയതല്ല.
അപ്പോൾ 5 ആഴ്ചയായിട്ട് ഞാൻ അഡിദാസിൻ്റെ റണ്ണിങ് ആപ്പുണ്ട്, അത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇൻട്രോൾ ട്രെയിനിങ് ആണ്. തുടക്കത്തിൽ 5 മിനിറ്റ് നടത്തം, 1 മിനിറ്റ് സ്ലോ റണ്ണ്, 1 മിനിറ്റ് നടത്തം, അങ്ങനെ 4 തവണ 5 തവണയൊക്കെ ചില ദിവസങ്ങളിൽ. പിന്നെ പതിയെ ഗ്രാജ്വലി അത് 8 തവണ റിപ്പീറ്റേഷൻ പോകുന്നു വെച്ചാൽ 1 മിനിറ്റ് നടത്തം, 1 മിനിറ്റ് സ്ലോ റൺ, അങ്ങനെ. പിന്നെ പതിയെ അത് കംഫർട്ട് റണ്ണിലോട്ട് പോവും, ലോങ് റണ്ണിലോട്ട് പോവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. നിങ്ങൾക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളൊരു മടിയനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ലൈഫിൽ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ് നല്ലൊരു പരിപാടിയാണ്, നാട്ടിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും. അപ്പം ഇന്ന് ഈ 5 കിലോമീറ്റർ ഞാൻ ഓടാനെടുത്ത സമയം എന്ന് പറയുന്നത് 38 മിനിറ്റ് 34 സെക്കൻഡ്. 5 കിലോമീറ്റർ ഓടാനെടുത്ത സമയം. ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു 38 മിനിറ്റ് തൊട്ട് മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ ഇതിൽ സ്റ്റോപ്പിങ് വിട്ടുപോയി. സ്ക്രീനിൽ എനിക്ക് തോന്നുന്നു 38 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ ഫിനിഷിങ്ങിലെത്തിയത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്, ഫസ്റ്റ് ടൈം റണ്ണിങ് എക്സ്പീരിയൻസാണ്. ഇതിനെന്നെ ഇൻസ്പയർ ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ട് ഒരു 10K ഓടുന്നത് കണ്ടിട്ടാണ് എനിക്കും ഇതുപോലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ആളുടെ പേര് ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്യില്ല, ഒരു പക്ഷേ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആളുടെ പേര് ഞാനൊരു ഹാഫ് മാരത്തൺ എങ്കിലും ഓടിയിട്ട്, അല്ലെങ്കിൽ ഒരു 10K എങ്കിലും ഓടിയിട്ടേ മെൻഷൻ ചെയ്യത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഒരു സ്ട്രെസ് ഇഞ്ചുറി ഉണ്ടായിരുന്നു എൻ്റെ ലെഫ്റ്റ് ലെഗിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്മാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സുണ്ട്, സീനിയേഴ്സുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഓടണമെന്നുണ്ട്. നിങ്ങൾക്കും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് ഒരു ട്രെയിനിങ് പ്ലാൻ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് നിങ്ങൾ പോകാമെങ്കിൽ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ കൊച്ചിലൊന്നും ഓടിയിട്ടൊന്നുമില്ല. കൊച്ചിലാകെ കളിക്കുന്നത് ക്രിക്കറ്റാണ്. പിന്നെ കുറച്ച് ഷട്ടിൽ കളിച്ചിരുന്നു. പിന്നെ 2024 ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം പിന്നെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു. നവംബറിലാണ് ഞാൻ വീണ്ടും റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തത്. നവംബറിൽ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ ഞാനൊരു 5K കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഇടത്ത് കാലിലൊരു സ്ട്രെസ് ഇഞ്ചുറി വന്നു. ഫ്രാക്ചർ ആണെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എക്സ്റേ എടുത്തപ്പോൾ ഫ്രാക്ചറൊന്നും അല്ലാന്നുണ്ട്. പക്ഷേ എനിക്ക് ഏകദേശം 16 ആഴ്ചത്തോളം എനിക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഓടാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ അപ്പോൾ കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ച് ബെറ്ററായതിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞൊരു 1.5 മാസം മുമ്പ് പതിയെ വീണ്ടും പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെക്കാത്തലോണിൻ്റെ 5K റണ്ണിനെ പറ്റി ഞാൻ അറിയുന്നതും അതിൽ രജിസ്റ്റർ ചെയ്യുന്നതും. ഇതിപ്പോൾ 5K 38 മിനിറ്റിൽ, ഞാൻ ഈ 37 മിനിറ്റിൽ ഓടിയതാണ് എൻ്റെ ഫാസ്റ്റസ്റ്റ് 5K എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കൂടെ ഓടുന്നത്. ഇതിനു മുമ്പൊക്കെ ഓടിയപ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് ഓടിയത്. ഇതൊരു നല്ല അനുഭവമായിരുന്നു. നിങ്ങൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് കണ്ട് ഈ വീഡിയോ കാണുന്ന 10 പേരെങ്കിൽ 10 പേരും നിങ്ങളിതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ ഹെൽത്തിനും നല്ലതാണ്. ഒരു എൻജോയ്മെൻറ്റ്, ഒരു റിലാക്സേഷൻ, എന്തു പറയുന്നത്, ഒരു വേറൊരു ലീഗാണ് ശരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ. ഇനി എന്ത് ഓട്ടം ചാട്ടം എന്നൊക്കെ പറഞ്ഞ് നടന്നാലും മനസ്സെപ്പോഴും